ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ വെബ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളോട് കുറേ പെറ്റ് പാരൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നായനെ എങ്ങനെ കുളിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇടയ്ക്കൊക്കെ പൊടി നല്ലപോലെ പൊടിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാനൊരാഴ്ചയിൽ 2 തവണ കുളിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എനിക്ക് പറയാനുള്ളത് പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിന്റെ സ്കിന്നിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സ്കിന്നിന്റെ മുകളിലൊരു ഓയിലി സെക്രീഷൻ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിലി സെക്രീഷൻസ് നഷ്ടപ്പെടുകയും അതിന്റെ ഫലമായിട്ട് സ്കിന്നിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്ന ശീലം ഒഴിവാക്കുക. ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുമ്പോൾ ഈ ഓയിലി സെക്രീഷൻ നഷ്ടപ്പെട്ടുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആവുന്നത് മൂലമാണ് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുളിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നല്ല പോലെ ബ്രഷ് ചെയ്യുക എന്നുള്ളത്. ഹെയർ ഒക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതൊരു മസാജിങ് എഫക്റ്റ് ആണ്. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ അവിടേക്കൊക്കെ രക്തയോട്ടം ഉണ്ടാവുകയും നമ്മുടെ സ്കിന്നിന് നല്ല ഇമ്മ്യൂണിറ്റി, നല്ല പ്രതിരോധ ശക്തിയൊക്കെ സ്കിന്നിന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫലമായിട്ട് നമുക്ക് കുറേ അധികം സ്കിൻ ഇൻഫെക്ഷൻ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്തത് നോർമലായിട്ട് എല്ലാവരും ചോദിച്ചറിയുന്ന ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പീസിനൊക്കെ എപ്പോൾ മുതൽ നമ്മൾ കുളിപ്പിച്ച് തുടങ്ങണം? നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കുളിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ 3 മാസം വരെ നമ്മൾ കുളിപ്പിക്കേണ്ട കാര്യമില്ല. ഈ 3 മാസത്തിനുള്ളിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മൾ പപ്പീസിനുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ചെറിയ പപ്പീസിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും അതുപോലെ അവർക്ക് ഹൈപ്പോതെർമിയ വന്നിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 മാസത്തിന് ശേഷം മാത്രം ഒരു പപ്പിയെ കുളിപ്പിച്ചാൽ മതിയാവും. നോർമലായിട്ട് പറയുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷം മാത്രം നമ്മൾ ഒരു പപ്പിയെ കുളിപ്പിച്ചാൽ മതിയാവും. ഇനി അതിനുശേഷം നമ്മൾ എപ്പോഴൊക്കെ കുളിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 മന്തിൽ ഒരിക്കലൊക്കെ കുളിപ്പിച്ചാൽ മതി. എന്നാൽ ചില പെറ്റ് ഓണേഴ്സ് പറയും അങ്ങനെയൊക്കെ കുളിപ്പിച്ചാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കുളിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്നും പറ്റുകയാണെങ്കിൽ എന്നും നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അത്യാവശ്യമാണ് കുളിപ്പിക്കുകയെങ്കിൽ 2 ആഴ്ചയിലൊരിക്കയോ അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചയിലൊരിക്കൽ മാത്രമേ കുളിപ്പിക്കാവൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.